ഇന്ന് നമ്മളൊരു ചെമ്മീൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചെറുതായി അരിഞ്ഞ് മാറ്റിവെക്കാം. ഇത് കേരളത്തിൻ്റെ തീരദേശങ്ങളിൽ കണ്ടുവരുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണിത്. നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും അതിൻ്റെ രുചി എടുത്തറിയാൻ സഹായിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അതൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയാണ് ഈ കറിയിലെ ഏറ്റവും മെയിൻ താരം എന്ന് തന്നെ പറയാം. ചെറിയുള്ളി കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടുതലായിരിക്കും. അപ്പോൾ ചെറിയുള്ളി ഇട്ട് ഒന്ന് വഴണ്ട് വരുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് 1 ടീസ്പൂൺ, ഇഞ്ചി 1 ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കിയതിന് ശേഷം കറികളുടെ ബേസിക് ഇൻഗ്രീഡിയൻസ് ആയ മസാലപ്പൊടികൾ നമുക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പി ഞങ്ങളുടെ വീട്ടിൽ തലമുറകളായി പകർന്നു കിട്ടിയിട്ടുള്ള ഒരു രുചിക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മസാലപ്പൊടികളായ മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം. മസാലപ്പൊടികൾ നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ചെമ്മീൻ ഒന്ന് പകുതി കുക്കായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് പുളിയും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് രണ്ടാമതൊരു കറിയുടെ ആവശ്യമില്ല. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചെമ്മീൻ മുളകിട്ടതാണ്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും റെസിപ്പീസും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ, ബൈ.